മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നു. ഇതുവരെ 190 പേരെ രക്ഷപ്പെടുത്തിയെന്നതാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. ഗംഗോത്രി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായുണ്ട്. ബൽറാം, ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം കണ്ടതാണ്. എങ്ങനെയാണ് ആ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിനോടകം തന്നെ ഏതാണ്ട് 200ഓളം പേരെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. റോഡൊക്കെ ഇല്ലാതെയായി മാറി, പാലമില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരെ ഈ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ഏക മാർഗം ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും ഇന്ന് ഉച്ചവരെയുമായി നിരവധി രക്ഷാപ്രവർത്തകരെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ മാത്രം 2 ടീമുകൾ ഇപ്പോൾ പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ മറ്റ് രക്ഷാപ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയും സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തകർ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ ഒരു പ്രദേശത്താണ് ഈ അപകടമുണ്ടായത്. ഈ ഇവിടങ്ങളിലെല്ലാം തന്നെ മീറ്ററുകൾ മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഈ നിലവിലെത്തിയ ആളുകളെ കൊണ്ട് പൂർണ്ണമായും സാധ്യമല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. റോഡുകൾ പ്രധാനമായും ബട്ട്വാടിയിലാണ് 2 ഇടങ്ങളിൽ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞ് തകർന്നു പോയത്. അവിടെ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ഇനി വെല്ലുവിളി നിൽക്കുന്നത് ഒരു പാലമാണ്. 24 മീറ്റർ നീളമുള്ള പാലം, വൈലി പാലം നിർമ്മിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഈ റോഡിൻ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടതോടെ പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം തന്നെ 40 അംഗ വിദഗ്ധ സംഘം, കരസേനയുടെ പ്രത്യേക സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പാലം നിർമ്മാണത്തിനായി റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായി കാത്തു നിൽക്കുകയായിരുന്നു ഈ സംഘം. നിലവിൽ അല്പസമയത്തിനകം തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. 5 മണിക്കൂറിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അറിയിക്കുന്നത്. അതിനുശേഷവും 6 ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് റോഡിൽ. ഈ പ്രദേശങ്ങളിലും റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അതേസമയം ഇതുവരെയും 6 മരണം മാത്രമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഏതാണ്ട് 50 പേരെ കാണാതായി എന്നാണ് ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്ന കണക്ക്. എങ്കിൽ പോലും ഈ സംഖ്യ സംബന്ധിച്ച് വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് എന്നും. മലയാളികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് അവരെ എയർലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്? അവരെല്ലാവരും സുരക്ഷിതരാണ്, അത് ആശ്വാസകരമാണ്. അനുജ, മലയാളികൾ എല്ലാവരും തന്നെ സുരക്ഷിതരാണ്. അവർ ഗംഗോത്രിക്ക് സമീപം ആണ് ഇവരെല്ലാവരും തന്നെ ഉള്ളത്. അവർക്ക് ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടവും സൈന്യവും ഉൾപ്പെടെ അറിയിക്കുന്നത്. അതേസമയം ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട എയർലിഫ്റ്റിംഗ് എന്ന സാധ്യതയാണ്. എത്രയും വേഗം ഇവരെ തിരികെ എത്തിക്കാനുള്ള ഏക മാർഗം എയർലിഫ്റ്റിംഗ് ആണ്. റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് അല്പം കൂടി സമയമെടുക്കും എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തകർന്നുപോയ ധരാലി ഗ്രാമത്തിലൂടെ വേണം ഗംഗോത്രിയിലേക്കുള്ള ഈ റോഡ് പൂർത്തിയാക്കാൻ. അതുകൊണ്ട് തന്നെ അവിടെ തെരച്ചിൽ പൂർത്തിയാക്കി ശേഷം മാത്രമായിരിക്കും ഈ റോഡ് നിർമ്മാണം അടക്കമുള്ളവ സാധ്യമാവുകയുള്ളൂ. ഒപ്പം തന്നെ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിക്കാൻ പോലും വഴിയിലുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. നാളെ രാവിലെയോടെ ഏതാണ്ട് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമാണ് BRO പ്രകടിപ്പിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാകേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ മോശമായിട്ടുണ്ട്. ധരാലിയുടെ പരിസര പ്രദേശങ്ങളിൽ മഴ തുടങ്ങിയിട്ടുണ്ട് അല്പസമയം മുമ്പ്. ഇതെല്ലാം വലിയ വെല്ലുവിളി രക്ഷാപ്രവർത്തനത്തിന് ഉയർത്തുന്നുണ്ട്. മേഖലയിൽ ഇപ്പോഴും തെരച്ചിലും മറ്റ് നടപടികളും പുരോഗമിക്കുകയാണ്. മലയാളികളെ നിലവിൽ സുരക്ഷിതരാണ്. അവരെ എത്രയും വേഗം മടക്കിക്കൊണ്ടുവരാൻ എയർലിഫ്റ്റിംഗ് എന്ന സാധ്യത തന്നെയാണ് പരിശോധിച്ചു വരുന്നത്. അതാണ് ഉത്തരാഖണ്ഡിൽ ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നു. ദുഷ്കരമാണ്, ആ തരത്തിലാണ് അവിടുത്തെ സാഹചര്യം ഉള്ളത്. ഇതിനോടകം 190 പേരെ രക്ഷപ്പെടുത്തി. 6 പേരുടെ മരണം എന്നതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിനിടെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്, മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു.